മൈനാഗപ്പള്ളിയിലൊരു 42 വയസ്സുകാരിയായ സഹോദരിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്തു. അജ്മലിനെതിരെയും ശ്രീകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിക്കെതിരെയും. ആ കുട്ടി ഒരു ഡോക്ടറാണ്. ഈ പ്രദേശത്ത് ജോലിക്കെത്തിയപ്പോൾ സൗഹൃദം, ബന്ധം, സാമൂഹ്യ മാധ്യമം, പിന്നെ അതിൻ്റെ പ്രകടനമൊക്കെ വളർന്നാണ് അവിടേക്കെത്തിയത്. ഇതൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവുണ്ടാകേണ്ട സന്ദർഭം കൂടിയാണ്. ശ്രീരാം വെങ്കിട്ടരാമൻ മുതൽ ഈ സാമൂഹ്യവിരുദ്ധൻ വരെയുള്ള സാമൂഹ്യവിരുദ്ധരൊക്കെയും ഇതുപോലെ സ്നേഹിച്ച് വശത്താക്കുന്ന ഓരോ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ കൂട്ടുകാരായി കൊണ്ടു നടക്കുന്നവരുടെ ജീവിതം കൂടി വെച്ച് പങ്കാളിയാവുമ്പോൾ വെറും മൊണ്ണയായും പൊട്ടിയായും ഒപ്പം കൂടുന്ന കാമുകിമാരെന്ന് പറയപ്പെടുന്ന ഈ ബുദ്ധിശൂന്യരായ അവിവേകികൾ കൂടി ഇത് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ രൂപപ്പെടുന്നതിനും അതിൽ തന്നെ സ്വകാര്യത കണ്ടെത്തുന്നതിനും അതിൽ തന്നെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനും അതിനുള്ള ഇടങ്ങളും ഇടപെടലുകളും സാഹചര്യങ്ങളുമൊക്കെ വളരെ കൂടുതലുണ്ട്. മുമ്പത്തെ പോലെയല്ല. സാമൂഹ്യ മാധ്യമങ്ങൾ, മൊബൈൽ ഫോണുകൾ, യാത്രകൾ, സംവിധാനങ്ങൾ ഒക്കെ ഇറങ്ങുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോരുത്തരും അവരവരുടെ സുരക്ഷിതത്വവും അവരവരുടെ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി വിലയിരുത്തി ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നിബന്ധനകൾ മുന്നോട്ട് വെച്ചാൽ അതൊക്കെ വളരെ പ്രാകൃതമാകും, സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാകും, അത് മറ്റെന്തെങ്കിലുമാകും. എൻ്റെ ശരീരം, എൻ്റെ അവകാശം, എൻ്റെ ജീവിതം, അങ്ങനെ വഴിതെറ്റാനുള്ള അവകാശവും എനിക്കുണ്ട് എന്നൊക്കെ പറയുന്ന പാട്ടുകൾ പാടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ മൈനാഗപ്പള്ളിയിൽ സംഭവിച്ചിരിക്കുന്നത് മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ്. ഒരുത്തൻ സാമൂഹ്യവിരുദ്ധനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മേൽവിലാസം പ്രശ്നമല്ല. അവൻ ഇതേ തൊഴിലിനായി ജീവിക്കുന്നവനാണ്, ഇതേ പണികളുമായി നടക്കുന്നവനാണ്. അവൻ കോൽക്കളി വീരനായും മാപ്പിളപ്പാട്ടുകാരനായും പഠിപ്പിക്കുന്ന ആളായും പള്ളിക്കൂടങ്ങളിൽ ചെന്ന് അവിടെയുള്ള പല അധ്യാപകരും ഇവൻ്റെ കെണിയിൽ വീണ് അവരുടെ സ്വർണവും ആഭരണങ്ങളും ഒക്കെ പണയവും കടവുമൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പേരിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നിപ്പോൾ വീണ്ടും ചന്ദനത്തടിയും മയക്കുമരുന്നോ എന്തൊക്കെയോ കേസുകൾ, എനിക്കറിയില്ല, ഒരു കൂട്ടം കേസുകൾ പറയുന്നുണ്ട്. പക്ഷേ മറുവശത്തൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഒരു പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന മകളാണ്. അവളുടെ ജീവിതം, അവളുടെ പേരിൽ കേസും ഇതൊക്കെ ആയിത്തീരുന്നതിന് ഏക കാരണം അവളൊരു സാമൂഹ്യവിരുദ്ധനെ തിരിച്ചറിയാതെ പോയി എന്നും ആ സാമൂഹ്യവിരുദ്ധനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പുലർത്തേണ്ട ന്യായമായ വിവേകം കാണിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ശ്രീരാം വെങ്കിട്ടരാമൻ്റെ കേസ് തന്നെ എടുത്തു നോക്കൂ. അവനൊരു സ്ത്രീയുമായി സൗഹൃദമായി, ഇനി ആ സൗഹൃദം സൂക്ഷിക്കുമ്പോഴും അവൾക്കുള്ള ഒരു അന്തസ്സും അവളുടെ ഒരു ജീവിതത്തെക്കുറിച്ചും ഒരു ബോധം ഈ പരമനാറിക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ. അവൻ അവരെയും വാഹനത്തിൽ കയറ്റി അപ്പോഴും മദ്യപിച്ചുകൊണ്ട് ഈ കുതിച്ചു പായുമ്പോൾ ഇവൻ മദ്യപിച്ചതാണെന്നറിയുമ്പോൾ കുറഞ്ഞ പക്ഷം പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവനല്ല ആ സീറ്റിൽ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഓരോ പെണ്ണിനും കഴിയണം. ഇവിടെയും സംഭവിച്ചതെന്താ? ഇവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഇവൻ്റെ നിയന്ത്രണം ഏത് സമയത്തും നഷ്ടപ്പെടാമെന്നും ഇവൻ എവിടെയും പോയി തൊലയാമെന്നും ഇവൻ ആരുടെ നെഞ്ചത്തും കയറുമെന്നും തിരിച്ചറിയാൻ വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ കൂടിരിക്കുന്ന പെണ്ണിന് ഒരു ബോധ്യം വേണം. ഈ ബോധ്യമുണ്ടായില്ലെങ്കിൽ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. അവന് ജയിലോ ജീവിതമോ ഒന്നും ഒരു പ്രശ്നമല്ല. ശ്രീരാം വെങ്കിട്ടരാമൻ്റെ സ്ഥിതി അതല്ല. ഇപ്പോഴും അനുഭവിക്കുകയാണ് പുള്ളി. ഒന്ന് ആലോചിച്ച് നോക്കൂ. യവൻ്റെ കേസിൽ പിന്നെ അതൊരു പ്രശ്നമല്ല. കാട്ടുകോഴിക്ക് എന്ത് വാവും സംക്രാന്തിയും എന്ന് പറയുന്നത് പോലെ യവനതൊരു പ്രശ്നമേ അല്ല. പക്ഷേ പെൺകുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു സാമൂഹ്യവിരുദ്ധനാണെന്ന് തിരിച്ചറിയാതെ അവൻ്റെ എല്ലാ സാമൂഹ്യവിരുദ്ധതയ്ക്കും ഒപ്പം നിൽക്കുന്ന, വെറും രൂപവും ഭാവവും മാത്രം കണ്ട് ഇതുപോലെയുള്ള സാമൂഹ്യവിരുദ്ധരുടെ കെണിയിൽ അകപ്പെടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. ഏറ്റവും സാമൂഹ്യവിരുദ്ധനെയാണ് ഓരോരുത്തരും കണ്ടെത്തുന്നത്. ഇന്ന് രാവിലെയും വളരെ വേദനയോടൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ, അയാളുടെ സഹോദരിയുടെ മകൾ ഇതുപോലെ പ്രണയത്തിലാണ്. ഈ പ്രണയം തേടി ചെല്ലുമ്പോഴെല്ലാം കാണുന്നത് സാമൂഹ്യവിരുദ്ധനെയാണ്. കാരണം അവനവൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പഠിക്കുകയും പാടുപെടുകയും ചെയ്യുന്നവനൊന്നും ഈ പണിക്ക് സമയം കാണില്ല. ഈ പണിക്കുണ്ടാകുന്നത് സവിശേഷമായ പ്രത്യേകതകളോടെ നിൽക്കുന്ന ആളുകളാണ്. ഏതായാലും അതുപോലൊരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. സംഗതി ഒരു തിരിച്ചറിവില്ലായ്മയും അവിവേകവും എന്ന് പറഞ്ഞുകൂടെങ്കിലും അപാരമായ അഹങ്കാരവും സാമൂഹ്യവിരുദ്ധതയും കൊണ്ടെത്തിക്കുന്ന കുരുക്കാണ് ഈ കാണുന്നത്.